യേശു തുപ്പല കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണിൽ തയ്ച്ചതിന് ശേഷം സീലോക എന്ന കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. യേശുവിന് വേണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നിന്റെ അന്ധത മാറട്ടെ. അന്ധത മാറട്ടെ എന്ന് മാത്രമല്ല പറഞ്ഞത്, സീലോകയിൽ പോയി കഴുകുക എന്ന് കൂടി പറഞ്ഞു. ഒരു വാക്കിനാൽ സുഖപ്പെടുത്താൻ പറ്റുന്ന കാര്യം എന്തിനാണ് സീലോഹയിലേക്ക് അയച്ചത്? വേറൊന്നുമല്ല, നിന്റെ പ്രവൃത്തിയും കൂടി വിശ്വാസത്തിന്റെ ആഴത്തിൽ ഉണ്ടാകണമെന്ന് ചേർത്ത് വെക്കുക. നമ്മളിത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അപ്പം തന്നെ നടക്കണമെന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. പക്ഷേ പ്രാർത്ഥനയിൽ പ്രവൃത്തിയും കൂടിയും ചേരുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് അർത്ഥം ഉണ്ടാകുന്നത്. വേറൊന്നുകൊണ്ടല്ല, ഇവൻ ജന്മന അന്ധനാണ്. ജന്മന അന്ധനായവൻ ഇത്രയും നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ പ്രാർത്ഥനയിൽ ഇവന് ഒരു മുരടിപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് തമ്പുരാൻ അറിയാം. കുറെ നാളായി ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് കുറെ നാളായിട്ടും എന്റെ നടക്കാതെ വരുമ്പോൾ നമ്മൾ തന്നെ ഒരു മരവിപ്പ് പോലെയാകും നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ മരവിപ്പോടുകൂടി പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, ഊർജത്തോടുകൂടി പ്രാർത്ഥിക്കുന്നവർക്കാണ് കർത്താവ് അഭിഷേകം നൽകുക. മരവിപ്പ് വരാതിരിക്കട്ടെ. കർത്താവ് നമ്മളെ തൊടുമെന്ന് ഓർക്കുക.